മഴയെ പ്രണയിച്ച മാനത്തെ പ്രണയിച്ച മനസ്സിനി ഈ മരുഭൂവിലെന്നും കുളിർക്കാറ്റിൽ തളിരിട്ട പ്രണയങ്ങളെല്ലാം മരുക്കാറ്റിൽ മറയുന്നു, മരുക്കാറ്റിൽ മറയുന്നു. മഴയെ പ്രണയിച്ച മാനത്തെ പ്രണയിച്ച മനസ്സിനി ഈ മരുഭൂവിലെന്നും കുളിർക്കാറ്റിൽ തളിരിട്ട പ്രണയങ്ങളെല്ലാം മരുക്കാറ്റിൽ മറയുന്നു, മരുക്കാറ്റിൽ മറയുന്നു. സുഖേട്ടാ, ഗുഡ് മോർണിംഗ്. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ ഒരു ഒരുക്കവട്ടങ്ങളൊക്കെ? എന്താടാ ഒന്നും അറിയാത്ത പോലെ? ഇന്നെന്റെ മോൻ വരുന്ന കാര്യം ഇന്നലെ രാത്രി കൂടി ഞാൻ പറഞ്ഞതല്ലേ. അതെങ്ങനെയാ ഫിറ്റായി കഴിഞ്ഞ പിന്നെ നീ പറയുന്നത് എല്ലാരും കേക്കണ്ടേ? എല്ലാവരും പറ്റാ എയർപോർട്ടിൽ പോകാനുള്ള വണ്ടി ഒന്ന് വിളിച്ചു നോക്കി. എപ്പോ വരാന്നാ പറഞ്ഞത്? പിന്നെ വണ്ടിയൊന്നും നീ അറിയണ്ട. സതീശന് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ എയർപോർട്ടിൽ വരുന്നത്. അതൊക്കെ അതിന്റെ സമയം വന്നോളൂ. ഒന്ന് ഉറങ്ങാൻ സമയം. അതുകൊണ്ടല്ല രാമേട്ട, എന്റെ മോന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് വേവലാതിയുള്ളൂ. അവനൊരു നല്ല ജോലിയിലാക്കിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അറം പറ്റുന്ന വർത്താനം പറയലോട് സുകുമാര. നീ നോക്കിക്കോ, അവനോടൊന്ന് നല്ല മാറ്റം കാണും. നാട്ടിൽ ഒഴുക്കൊന്നും ഇവിടെ കാണിക്കില്ല, അല്ലടോ? മതി, എല്ലാം റെഡി ആയിക്കോ. സതീശൻ വന്ന്. ഓക്കെ. എയർ ഇന്ത്യ അല്ലേ, കുറച്ച് വൈകിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ വിനു. സുഖേട്ടാ, നാട്ടിൽ നിന്നാണോ? രാമേട്ടനാണല്ലോ വിളിക്കുന്നേ. നേരം വൈകൊണ്ടായിരിക്കും. രാമേട്ടാ, ഞങ്ങളിതാ എത്തിപ്പോയി. അതൊന്നുമല്ല, നമ്മുടെ എയർ ഇന്ത്യ അല്ലേ, രാവിലെ എത്താന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഇപ്പൊ 7 മണിക്ക് എത്തണേ. എന്നാ ശരി, ഇപ്പൊ എത്തൂട്ടോ, വയ്ക്കട്ടെ. അച്ഛൻ്റെ കയ്യിൽ കാറൊന്നുമില്ലേ? എനിക്ക് പുറത്തേക്കൊന്ന് കറങ്ങണമെങ്കിൽ. പിന്നെ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ പഞ്ചറായി കിടക്കുക. എല്ലാം നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ സതീശേട്ടാ, നമ്മുടെ നാട്ടിലെ വണ്ടികൾ പറയുന്നില്ല, ഇവിടുത്തെ വണ്ടികളൊക്കെ നല്ല അടിപൊളി വണ്ടികളാ. നല്ല റോഡ്, നല്ല ബിൽഡിങ്, നല്ല സ്ഥലങ്ങള്. എനിക്കിനി കുറച്ച് ഫോട്ടോസ് എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ. മോനെ, സ്ഥലത്തിട്ടോ? ജോൺസാ, സൂക്ഷിച്ചേ. എവിടെ അച്ഛാ നമ്മുടെ ഫ്ലാറ്റോ? ഫ്ലാറ്റ് അതാ അവിടെ. അയ്യേ, ഇവിടെ വാ മോനെ, നമുക്ക് ഫ്രഷ് ആയിട്ട് സംസാരിക്കാം. യാത്ര കഴിഞ്ഞാൽ നല്ല ക്ഷീണം. രാമേട്ടോ, ബാത്റൂമൊന്നും നാട്ടിലെ സെറ്റപ്പ് ഇല്ലട്ടോ. അതിനെന്താ, AC ഇല്ലേ? മോൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല രാമേട്ട, ഞാൻ എന്റെ അച്ഛനെ പറ്റി ആലോചിക്കാൻ. എന്റെ അച്ഛനിവിടെ വല്ലാതെ കഷ്ടപ്പെടുന്നില്ല രാമേട്ട. മോന്റെ അച്ഛൻ മാത്രല്ല, ഇവിടെയുള്ള എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് വളരെ. രാമേട്ട എത്ര വർഷം ഇവിടെ വന്നിട്ട്? രാമേട്ടന്റെ വീട് എവിടെയാ? വീട് പാലക്കാട്ടാ. ഇവിടെ വന്നിട്ട് കുറെ വർഷമായി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 28 വർഷം. വീട്ടില് ഭാര്യയും 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളെയും നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചയച്ചു.
എന്റെ കടമിട്ട രാമേട്ടനും വിടയാ. ജീവിതം അങ്ങനെയാ മോനെ. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞിട്ടില്ല. അവരെന്ന് താലോലിക്കാൻ ഇവനെ അറിയില്ലേ? നമ്മളെ സുഖേണ്ട മോനല്ലേ? സുഖേണ്ട മോനാ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അടിയൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞല്ലോ മല്ലായി വിഷുന്ന്. പിന്നെ എന്താ പേര്? നന്ദു. ഇനി ഓനെയും കൂടെ കൊണ്ടുപോയി നശിപ്പിക്കണ്ട. അല്ല അതല്ല, ഇത് വേറൊരു കാര്യം പറയാനാ. ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? നന്ദു, അച്ഛൻ ഓരോ അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നാട്ടിലേക്കൊന്നും അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. ഇനിയൊന്ന് താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിന്റെ ശരീരത്തിനില്ല. എന്റെ അച്ഛൻ ഇല്ല നന്ദു, പേടിക്കാനൊന്നുമില്ല. ഇനി നീ ഉണ്ടല്ലോ കൂടെ. അച്ഛന് ഇനി പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്നാ പിന്നെ ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. അല്ല സുഖേട്ടാ, ഭക്ഷണം മാത്രമേ ഉള്ളൂ, അതിനു മുമ്പേ ഇല്ലേ? ആയിക്കോട്ടെ. ഓ, സുഖേണ്ട മോൻ വന്ന വകയിൽ നമുക്കൊരു പാർട്ടിയെങ്കിലും കിട്ടിയല്ലോ. ആ പെപ്സി എടുത്തോ. എനിക്ക് കുറച്ച് വെച്ചാൽ മതിട്ടാ. ഇത് ദേവനാണ്. ഓ, ഇതെന്താ മിച്ചറാണ്? അച്ചാർ സൂപ്പർ ആണല്ലോ. ഓ, നാട്ടിൽ നിന്നുണ്ടോ? വെള്ളം കുറച്ച് ചെറുതെന്ന് എനിക്ക്. ചെറുത് ഒഴിച്ചാ മതി കേട്ടോ. എന്താ ചെറുത്? അല്ല, പാട്ടൊന്നുമില്ലേ? നന്ദു പാട്ട് പാടില്ലേ നന്നായിട്ട്? അങ്ങനെ തന്നെ. ഏയ്, എന്തു പറ്റി? എന്താ തനിച്ചിങ്ങനെ പുറത്തു നിൽക്കുന്നേ? ഒന്നുമില്ല. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളൊന്ന് മറച്ചു വെച്ചു അല്ലേ? അമ്മയോട് പോലും അച്ഛനൊന്നും പറഞ്ഞില്ല. മറച്ചു വെക്കാനോ? ഞാനെന്താ പറയാത്തേ? അച്ഛ, എനിക്കെല്ലാം അറിയാം. അച്ഛൻ്റെ അസുഖത്തിൻ്റെ കാര്യം പോലും സാരമില്ല. ഇനി എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു താങ്ങായും തണലായും ഞാനൊന്നും ഉണ്ടാവും. ഇനി എൻ്റെ അച്ഛൻ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. വേണ്ട, അച്ഛൻ പോയി കിടന്നോ. എനിക്ക് ഉറക്കം വരുന്നില്ല. പോയി കിടന്നോ. ആഹാ, അച്ഛൻ എത്ര പെട്ടെന്ന് ഉറങ്ങിയോ? എനിക്കെന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷകളായിട്ട് അച്ഛ ഇവിടെ വന്ന്. പക്ഷെ അതൊന്നും വേണ്ട. എനിക്ക് അച്ഛൻ്റെ കൂടെ ജോലിക്ക് വന്നാൽ മതി. അച്ഛ 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 അയ്യോ, രാമട്ട എന്റെ അച്ഛൻ. അച്ഛ എന്തു പറ്റി? സുമര, അയ്യോ ദേവ ഒന്ന് എണീറ്റേ. എന്തു പറ്റി? എന്താ രാമട്ട? സുഖേട്ടാ, സതീഷ ഒന്ന് എഴുന്നേറ്റെ. അയ്യോ എന്താ? അയ്യോ, ചതിച്ചല്ലോ രാമേട്ടാ. തുണയായി തണലായി വർഷിച്ച മനമേ, അറിഞ്ഞില്ല നിൻ കുളിർ കാറ്റു തേടും മനസ്സിൻ
നിന്റെ ഓളങ്ങൾ തരുമോ ഇനിയൊരു വസന്തം. ശരിയെന്നാലും ഞാൻ വിവരം അറിഞ്ഞിട്ട് വിളിക്കാം. ദേവാ, നാട്ടിലറിയിക്കണ്ടേ? നാട്ടിലറിയിക്കണം. അവരെ നമ്പറുണ്ടോ കയ്യില്? ബോഡി നാട്ടിലേക്ക് വിടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 10 ദിവസം എന്തായാലും പിടിക്കും. അത് ശരിയാ. രാമേട്ട, എന്റെ അമ്മയോട്, എന്റെ അനിയത്തിയോട് ഞാനിനി എന്താ പറയാ രാമേട്ട? ഞങ്ങൾക്കിനി ആരാ ഉള്ളത്? എന്റെ അച്ഛൻ പോയില്ല രാമേട്ട. നമുക്ക് ആ ദേവനെ ഒന്ന് വിളിച്ചു നോക്കണ്ടേ? ബോഡിയുടെ കാര്യം എന്തായിരുന്നു? അത് ശരിയാ, വിളിക്കാം. സതീശനാ വിളിക്കുന്നത്. എന്താണെന്നറിയാൻ വിളിക്കും. സതീഷ, ഞങ്ങളിപ്പം ഡെത്ത് നോട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ഹെൽത്തിലാണുള്ളത്. ഇവിടെ നിന്ന് എംബസി, CID, മോർച്ചറി എന്നിവയിലേക്ക് ഒരു പേപ്പർ വീതം തരും. എന്നിട്ട് ഇവിടുന്ന് കാർഗോ സർവീസിലേക്ക് മറ്റൊരു പേപ്പർ തരും. അതെ, അതിനിടയ്ക്ക് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഈ ടിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് കാർഗോയിൽ പോകണം. അതെ, അവിടെ കൂടെ പോകുന്ന ആളുടെ പാസ്പോർട്ട് കോപ്പി, ടിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കണം. ബോഡി റിലീസ് ചെയ്ത് കിട്ടാൻ വൈഫിൻ്റെ ലെറ്റർ വേണം. അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഒരു പേപ്പറും വേണം. അതെ, അതിനിടയിൽ എംബസി കൊടുത്തിട്ട് വിസ ക്യാൻസൽ ചെയ്യിക്കണം. എന്നിട്ട് എല്ലാ പേപ്പറും കൂടെ കാർഗോ സർവീസിൽ കൊടുക്കണം. അവരവിടെ നിന്ന് ഒരു ലെറ്റർ തരും. അതിനിടയിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇതെല്ലാം ശരിയാക്കി കൊടുത്താൽ ബോഡി വിട്ട് കിട്ടും. ഡിലേ ഒന്നും ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് കിട്ടും. അതെ, ഓക്കെ. എന്നാൽ നിലാവായി വന്നു നീ, നിഴലായി പോയി നീ, കനിവിൻ നിറകുടമേ. നിനച്ചതെല്ലാം നിനക്കു വയ്ക്കാം, തരുമോ ഇനിയൊരു വസന്തം.